ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസ്സസ്. മക്കളെ, +1 അലോട്ട്മെന്റ് തുടങ്ങിയത് മുതൽ നമ്മൾ കേൾക്കുന്ന വാക്കാണ് EWS. എന്താണ് EWS? ആരാണ് EWS സംവരണത്തിൽ അർഹരായിട്ടുള്ളവർ? ഇതിൽ എന്തൊക്കെ പേപ്പേഴ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് EWS സംവരണത്തിൽ അർഹരായിട്ടുള്ളത്. 10% സംവരണം. അതായത് 60 കുട്ടികളുള്ള ക്ലാസ്സിൽ 6 കുട്ടികൾ EWS സംവരണത്തിന് അർഹരാണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ EWS സംവരണം ആർക്കൊക്കെയാണ് കിട്ടാത്തത്? SC, ST, OBC, OEC, മുസ്ലിം, ഇവരൊന്നും എന്ത് ചെയ്യുക, EWS സംവരണത്തിന് അർഹരല്ല. ഓക്കെ, പിന്നെ ആർക്കൊക്കെയാണ് അർഹതയുള്ളത്? ഇപ്പൊ അത് ക്രിസ്ത്യൻ വിഭാഗത്തിലാണെങ്കിൽ റോമൻ കത്തോലിക്ക്, സിറിയൻ കത്തോലിക്ക്, ജാക്കോബൈറ്റ്, മർത്തോമ, ഇവർക്കൊക്കെ എന്ത് ചെയ്യുക, EWS സംവരണത്തിന് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഹിന്ദുസിൽ നായർ, നമ്പൂതിരി, വാര്യർ, നമ്പ്യാർ, ബ്രാഹ്മിൻസ്, ഇവർക്കും EWS എന്ത് ചെയ്യുക, സംവരണത്തിന് അർഹരാണ്. അപ്പൊ ഇവരെ ചെയ്യേണ്ടത്, ഇവരുടെ വാർഷിക വരുമാനം, ഒരു വർഷത്തെ വരുമാനം 4 ലക്ഷമോ അതിൽ കുറവാണോ എന്നുള്ള സർട്ടിഫിക്കറ്റ്, 4 ലക്ഷമോ അതിൽ കുറവാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് വേണം? വില്ലേജ് ഓഫീസിൽ നിന്ന് വേണം. അതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ പേപ്പേഴ്സും വില്ലേജ് ഓഫീസർ സമർപ്പിച്ചാൽ വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, EWS സംവരണത്തിന് അർഹരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അത് എന്ത് ചെയ്യുക, അത് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യമുള്ളത്, അന്ത്യോദയ അന്നയോജന വിഭാഗം, അത്തരം റേഷൻ കാർഡുള്ള വിഭാഗക്കാർക്ക് അവർക്ക് വേറൊരു പേപ്പർ ഉണ്ട്. അവർ ഈ റേഷൻ കാർഡ് വില്ലേജ് ഓഫീസർ സമർപ്പിച്ചാൽ വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫർമേഷനും അപ് ടു ഡേറ്റ് ആയിട്ട് ചാനൽ തന്നുകൊണ്ടിരിക്കും. മക്കളെ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.